കുഞ്ഞുവാവയ്ക്ക് ആദ്യമായിട്ട് ഫോർമുല മിൽക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട്സും കൺസേൺസും ഒക്കെ വരും. നമ്മൾ നേരത്തെ ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് പാരൻസ് തന്നെ വന്നിട്ട് അവരുടെ കുറേ ഡൗട്ട്സ് ചോദിക്കുകയും അവർ തന്നെ ഡിസ്കസ് ചെയ്ത് പോയി എങ്ങനെയാണ് ഞങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചില മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടു. നിങ്ങളുടെ കമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവുന്നു എന്ന് പാരൻസ് അറിയുമ്പോൾ അവർക്കും ഒരു സമാധാനം കിട്ടും. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഓരോരുത്തർ ഉപയോഗിച്ച ചെറിയ ചെറിയ ഷോർട്ട് കട്ട്സ്, ചെറിയ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് ഫോർമുല മിൽക്ക് കൊടുക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു കൺസേൺ അല്ലെങ്കിൽ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡൈലൂഷനാണ്. അപ്പോൾ നമ്മൾ എത്ര ml എടുക്കണം, എത്ര സ്കൂപ്പ് ഫോർമുല ഫീഡ് എടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ഫോർമുല മിൽക്ക് വാങ്ങിക്കുന്ന ക്യാനിനകത്ത് ഒരു സ്പൂൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സ്പൂണിനെ നമ്മൾ ഒരു സ്കൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് ഏജിലുള്ള കുട്ടിയാണെങ്കിലും ഒരു സ്കൂപ്പ് 30 ml വെള്ളം, ഈ ഒരു ഡൈലൂഷനിലാണ് നമ്മൾ അത് മിക്സ് ചെയ്തെടുക്കുക. കമൻസിൽ കണ്ട ഒരു ഡൗട്ടാണ്, കുഞ്ഞിന് കഫക്കെട്ടോ മറ്റോ ഒക്കെ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു സ്കൂപ്പ് പൊടി എടുത്തിട്ട് അതിനകത്ത് കൂടുതൽ വെള്ളം 30 ml ആണെന്ന് പറഞ്ഞു തന്നെങ്കിൽ ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞിന് കഫക്കെട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെങ്കിലും 30 ml വെള്ളത്തിൽ ഒരു സ്കൂപ്പ് എന്നുള്ളതാണ് ശരിക്കുള്ള ഒരു ഡൈലൂഷൻ. ആ ഒരു അളവിൽ നമ്മൾ കലക്കിയെടുത്താൽ മാത്രമേ കുഞ്ഞിന് ആവശ്യമുള്ള രീതിയിലുള്ള പോഷകാംശം കിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ഒന്നും കുഞ്ഞിന് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന് മാൽന്യൂട്രീഷൻ, ആവശ്യത്തിന് പോഷകാംശം കിട്ടാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ശരിക്കുള്ള ഡൈലൂഷനിൽ നമ്മൾ ഫോർമുല മിൽക്ക് കലക്കിയെടുത്തെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് കഫക്കെട്ടൊന്നും ഉണ്ടാവില്ല. സാധാരണഗതിയിൽ നമ്മൾ പാല് കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കഫക്കെട്ട് ഒരു ന്യൂ ബോൺ പീരീഡ് മുതൽ ആദ്യത്തെ ഒരു 6 മാസം വരെ ഉള്ള കഫക്കെട്ട് നമുക്ക് കഫക്കെട്ടായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലൊരു സ്പിറ്റിംഗ്, ഹാപ്പി സ്പിറ്റിംഗ് എന്നൊക്കെ പറയുന്നു, തൊണ്ടയിലേക്ക് പാല് കുറച്ച് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അത് കാരണം നമുക്ക് ചെറിയൊരു കഫമുള്ള പോലെ തോന്നാം. അതല്ലെങ്കിൽ പാല് കുടിച്ച് കഴിയുമ്പോൾ മിക്ക കുട്ടികൾക്കും തൊണ്ടയിലൊരു വിഴുവിഴുപ്പ്, നമ്മൾക്കായാലും പാല് കുടിച്ച് കഴിയുമ്പോൾ ഉള്ളൊരു വിഴുവിഴുപ്പ്. അപ്പോൾ ഇത് കിറുകിറായിട്ട് കുഞ്ഞിന് ചുമച്ച് തുപ്പിക്കളയാത്തതുകൊണ്ട് നമുക്ക് കിറുകിറുപ്പായിട്ട് തോന്നാം. ഇതൊന്നും പാലിൻ്റെ അലർജി അല്ല. നമുക്ക് ധൈര്യമായിട്ട് ഫോർമുല മിൽക്ക് കൃത്യമായിട്ട് അളവിൽ കൊടുക്കാം. കൃത്യമായ അളവിൽ കൊടുത്താൽ മാത്രമേ കുഞ്ഞിന് ആവശ്യമുള്ള പോഷകാംശം കിട്ടുകയുള്ളൂ. സപ്പോസ് നമുക്ക് പാലിൻ്റെ അലർജി ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഫോർമുല മിൽക്ക് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളായിട്ട് ഡൈലൂഷൻ ചേഞ്ച് ചെയ്യാനോ പോകരുത്. നമ്മൾ ഈ വിവരം ഡോക്ടറോട് പറയുക. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മിൽക്ക് പ്രോട്ടീൻ അലർജി നമ്മൾ കൺഫേം ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫീഡിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ആ രീതിയിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. അടുത്തുള്ളത് എപ്പം നമ്മൾ ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ 2-3 സിറ്റുവേഷൻസിലാണ് നമ്മൾ ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തത്, കുഞ്ഞ് ജനിച്ചു, കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിൻ ശരിക്കും വരുന്നില്ല, കുഞ്ഞിൻ്റെ ഷുഗർ കുറഞ്ഞു പോകുന്നു, ആവശ്യത്തിന് പാല് കിട്ടാതെ, അമ്മയ്ക്ക് പാല് തീരെ കുറവാണെന്ന് ഡോക്ടർ കൺഫേം ചെയ്യുന്നു. ഈ ഒരു സിറ്റുവേഷൻ വരുമ്പം നമുക്ക് ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എപ്പോൾ ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്താലും പീഡിയാട്രീഷ്യനോടൊന്ന് ചോദിച്ചിട്ട് മാത്രമേ ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്യാവൂ. കാര്യം തുടക്കത്തിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സപ്പോർട്ടിനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ പറഞ്ഞു ആദ്യത്തെ കുറച്ച് നാൾ എല്ലാ അമ്മമാർക്കും പാല് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു കുറവ് കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ സാധാരണഗതിയിൽ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചുമ്മാ ചാടി കയറി ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഡോക്ടറോട് ചോദിച്ച് എല്ലാം നോക്കി ആവശ്യമാണെന്ന് ഡോക്ടർ ഡിസൈഡ് ചെയ്താൽ നമുക്ക് ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഏജിനനുസരിച്ചുള്ള ഫോർമുല മിൽക്ക് കറക്റ്റായിട്ട് വാങ്ങിക്കുക. അപ്പോൾ പ്രീ ടൈം ബേബീസിന് പ്രീ ടൈം ഫോർമുല ഉണ്ട്, ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, തേർഡ് സ്റ്റേജ് ഉണ്ട്. അത് ഓരോ പ്രായം അനുസരിച്ച് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്ത് അത് വാങ്ങിക്കുക, കറക്റ്റ് ഡൈലൂഷൻ ശ്രദ്ധിക്കുക, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഉള്ളത്, ഇപ്പോൾ പാരൻസ് ഇപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നു, മദർ കുറച്ച് നാൾ മാറി നിൽക്കുന്നു, നമ്മളോട് ഒരുപാട് ഡൗട്ട് ചോദിച്ചതാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്, കുറേ മാസങ്ങൾ മാറി നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഫോർമുല സ്റ്റാർട്ട് ചെയ്യാവോ, ഏത് ഫോർമുലയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ആ സിറ്റുവേഷനിൽ നമുക്ക് ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഡെയിലി പോയി വരുന്ന രീതിയിലുള്ള അമ്മമാരാണെങ്കിൽ അവർക്ക് ഫോർമുല മിൽക്കിൻ്റെ കൂടെ ബ്രസ്റ്റ് ഫീഡിങ് കൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ എക്സ്പ്രസ് ചെയ്ത് നമ്മുടെ പാല് തന്നെ എടുത്തു വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ വരെ നമുക്ക് പുറത്തെടുത്ത് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ രാവിലെ പോകുന്ന സമയത്ത് ഒരു തവണ ഫീഡ് ചെയ്യിപ്പിച്ചിട്ട് പോവാം, അടുത്തൊരു തവണ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാല് എടുത്തു വെച്ചിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഗ്യാപ്പിന് കുഞ്ഞിന് ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർമുല മിൽക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പാല് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് നമ്മളെടുത്ത് കലക്കി വെക്കുന്നത്. അപ്പോൾ പൊടി എടുത്തിട്ട് പൊടിപ്പാല് 2-3 നേരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഒരുമിച്ച് കലക്കി വെക്കും, ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കും, ബാക്കിയുള്ളത് മാറ്റി വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പാല് കലക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയ വളരാനും അത് കാരണം കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പം വേണ്ട സമയത്ത് ആ സമയത്ത് തന്നെ എടുത്ത് കലക്കി വെക്കും. ഓരോ തവണയും പാലെടുത്ത് തിളപ്പിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ ഒരു ഫ്ലാസ്കിനകത്ത് നല്ല തിളപ്പിച്ച വെള്ളം എടുത്ത് വയ്ക്കുക. ഒരു ദിവസത്തെ വേണ്ട രീതിയിലുള്ള വെള്ളം എടുത്ത് വയ്ക്കുക.
നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ ഒരു ഗ്ലാസ്സിൽ, വൃത്തിയുള്ള ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുക. 30 ml എടുക്കുക, അല്ലെങ്കിൽ 60 ml എടുക്കുക. 30 ml ആണ് എടുക്കുന്നതെങ്കിൽ 1 സ്പൂൺ ഇടുക. 60 ml ആണെങ്കിൽ 2 സ്കൂപ്പ് ഇടുക. 90 ml ആണെങ്കിൽ 3 സ്കൂപ്പ്. അത് കുഞ്ഞിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഓരോ തവണയും കുഞ്ഞ് എത്ര കുടിച്ച് തീർക്കുമോ അടുത്ത തവണ എടുക്കുമ്പോൾ നമ്മൾക്ക് ആ അളവിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഈ രീതിയിൽ എടുത്തിട്ട് നമ്മൾ ഒരു തവണ കുഞ്ഞിന് കൊടുത്തിട്ട് ബാക്കി വരുന്ന പാലുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക. ചിലപ്പോൾ ഒരു 10 ml 15 ml ഒക്കെ കുഞ്ഞ് കുടിക്കാതെ മിച്ചം വെക്കുമായിരിക്കും. അതിനെ നമ്മൾ റീയൂസ് ചെയ്യരുത്. അതിനെ എടുത്ത് കളഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് കലക്കി വീണ്ടും പുതിയ പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഏത് ബ്രാൻഡാണ് നല്ലത്. നമ്മുടെ ചാനലിൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യില്ല. ഈ ഒരു ചോദ്യത്തിന് സാധാരണ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ ബ്രാൻഡുകളും നല്ലത് തന്നെയാണ്. നമ്മൾ കേട്ടിട്ടില്ലാത്ത ബ്രാൻഡുകൾ പോയി വാങ്ങിക്കാതിരിക്കുക. സാധാരണ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നതല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡാണ്. എല്ലാ ബ്രാൻഡിനകത്തുള്ള കോമ്പോസിഷൻ സെയിം ആണ്. അപ്പോൾ ചിലർ പറയാറുണ്ട് ഒരെണ്ണം വാങ്ങുമ്പോഴത്തേക്ക് അത് കുഞ്ഞ് കുടിക്കുന്നില്ല, വേറൊന്ന് മാറ്റിയാൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ പ്രശ്നം കൊണ്ടാണോ, പാല് കേടായതുകൊണ്ടാണ്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ കുഞ്ഞുങ്ങൾ കുടിക്കാതിരിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കുമ്പോൾ കുഞ്ഞത് കുടിക്കുന്നില്ല, വേറെ ഒരെണ്ണത്തിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അതിനി നമ്മൾ ഡോക്ടറോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കുഞ്ഞിൻ്റെ ഏജിനനുസരിച്ചുള്ള പാലാണോ നമ്മൾ വാങ്ങിച്ചതെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ. പിന്നെ നമ്മൾ കണ്ടൊരു കമൻറ്റാണ് എത്ര വയസ്സ് വരെ നമ്മൾ ഫോർമുല കണ്ടിന്യൂ ചെയ്യണം, ഇപ്പം നമുക്ക് കൗ മിൽക്കിലേക്ക് മാറാം. അപ്പോൾ ആദ്യത്തെ ഒരു വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ അളവിൽ തന്നെ അവരുടെ പോഷകങ്ങളൊക്കെ കിട്ടുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് നമുക്ക് ഫോർമുല മിൽക്ക് തന്നെയാണ് നല്ലത് കൗ മിൽക്കിനെ അപേക്ഷിച്ച്. പറ്റുമെങ്കിൽ നമ്മൾ 1 വയസ്സാവുന്നവരെ ഫോർമുല തന്നെ കണ്ടിന്യൂ ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൗ മിൽക്കിലേക്ക് മാറാം. പിന്നെ ആ ഡിസ്കഷനിൽ കണ്ട ഒരു കാര്യമാണ് വീട്ടിലുള്ള അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒരു നിർബന്ധം. 2 രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ വരാറുണ്ട്. ചില ഫാമിലീസിലാണെങ്കിൽ അവർ ഫോർമുല മിൽക്ക് എന്തൊക്കെ സംഭവിച്ചാലും കൊടുക്കാൻ സമ്മതിക്കില്ല. ചില ഫാമിലീസിലാണെങ്കിൽ പാല് കുറവാണെന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ ഫോർമുല മിൽക്ക് കൊടുക്കാനായിട്ട് അവർ നിർബന്ധിക്കുന്നതും കാണാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു വഴിയാണ് ആ ഡോക്ടറെ പിടിച്ച് മുന്നിൽ നിർത്തുക എന്നുള്ളതാണ്. ഡോക്ടർ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യാം എന്നുള്ള രീതിയിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ചിലയിടത്താണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഫോർമുല മിൽക്ക് കൊടുത്തേ മതിയാവുമായിരിക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിൻ്റെ ഗ്രോത്തും മറ്റുമൊക്കെ എഫക്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫോർമുല മിൽക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശരിയാവില്ല. അപ്പോൾ ആ സമയത്ത് പാരൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ അതിനെതിരെ ഒക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഡോക്ടർ കൺസൾട്ടേഷന് വരുന്ന സമയത്ത് ഡോക്ടറായിട്ടൊന്ന് സംസാരിച്ചാൽ മതി. അപ്പോൾ നമ്മൾക്കത് കുറച്ചുകൂടെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയും, നമുക്കത് സോൾവ് ചെയ്യാനും പറ്റും. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ പാല് കുറവാണെന്നുള്ള. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാളുകളിൽ എല്ലാ അമ്മമാർക്കും പാല് കുറവാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ആവുമോ, കുഞ്ഞിന് ഷുഗർ കുറഞ്ഞു പോകുമോ എന്നൊക്കെ ഉള്ള കൺസേൺസിനാണ് പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ കൂടുതൽ നമ്മളെ സ്ട്രെസ്ഡ് അപ്പ് ആക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ലിറ്ററേച്ചറുകളുണ്ട്, നിങ്ങൾ ഒരുപാട് വായിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ഒക്കെ അത് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചുകൂടെ നേരത്തെ ഡെലിവറി ഒരു ലാസ്റ്റ് ട്രൈമിസ്റ്റർ ഒക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് പ്രൈം ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് പോകുന്നു, അപ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് നാളുകളിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ ഒന്ന് നേരത്തെ വായിച്ച് വെക്കുക, എല്ലാവരോടും പറഞ്ഞ് അറിയിക്കുക, ഇപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരാം, അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ പോകുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നേരത്തെ തന്നെ ഒരു അറിവ്, നമുക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തൊരു കൺഫ്യൂഷനും പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മൾ നേരത്തെ ഒരു കുഞ്ഞിന് ഫോർമുല സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഫുഡും കൂടെ, നമ്മുടെ വീനിങ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഫീഡും കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമോ? അപ്പോൾ അങ്ങനെയില്ല. ആദ്യത്തെ 6 മാസം വരെ നമ്മുടെ അമ്മയുടെ പാല് തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയുടെ പാല് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അമ്മയുടെ പാല് കൊണ്ട് കുഞ്ഞിൻ്റെ ഗ്രോത്തിന് മതിയാവുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഫോർമുല മിൽക്കിലോട്ട് മാറുള്ളൂ. അപ്പോൾ ഫോർമുല മിൽക്കിലോട്ട് മാറിയാൽ നമ്മൾ 6 മാസം വരെ അത് തന്നെ കൊടുക്കണം. 6 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എക്സ്ട്രാ ആയിട്ട് മറ്റെന്തെങ്കിലും ഫുഡ് ഐറ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഒരുപാട് തവണ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുഞ്ഞിന് ആദ്യത്തെ 6 മാസം വരെ അമ്മയുടെ പാല് മാത്രം, അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിയുമ്പോഴത്തേക്ക് എക്സ്ട്രാ ഫീഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 6 മാസം വരെ അമ്മയുടെ പാല് മാത്രം കൊടുക്കുന്നതിനാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞിന് 2 വയസ്സാവുന്നവരെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങും കൂടെ കണ്ടിന്യൂ ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഫുഡ് ഐറ്റംസ് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. നിങ്ങളുടെ കമൻസിനകത്ത് വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫോർമുല മിൽക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം.